നമസ്കാരം. യുപോൺ മീഡിയയിലേക്ക് സ്വാഗതം. ഡൽഹി ബി.ജെ.പി പിടിച്ചടക്കിയിരിക്കുന്നു. നീണ്ട 10 വർഷത്തെ ആം ആദ്മി പാർട്ടിയുടെ കരുത്തുറ്റ ഭരണത്തെ അമ്പെ പരാജയപ്പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പയിൻ, അതിന്റെ റിസൾട്ട് ഇന്ന് 48 സീറ്റുമായി ബി.ജെ.പിയും കേവലം 22 സീറ്റിലേക്ക് ആം ആദ്മി പാർട്ടി ഒതുങ്ങിയിരിക്കുന്നു. ചരിത്രത്തിലെ അതിന്റെ ഏറ്റവും നാണംകെട്ട ഒരു പ്രകടനമാണ് ആം ആദ്മി പാർട്ടി കാഴ്ചവെച്ചത്. പതിവ് പോലെ സംപൂജ്യരായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ്. ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി, ഇനി എന്ത്? സ്വാഭാവികമായും ഈ ചോദ്യം ഉയരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ബി.ജെ.പിക്ക് ഒരിക്കലും കീഴടക്കാനാവാത്ത ഒരു ബാലികേറാമല എന്ന് വിശ്വസിക്കുന്ന കേരളമാണ്. കേരളം ബി.ജെ.പിക്ക് ഒരു ബാലികേറ മലയാണോ എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. കണക്കുകൾ പറയുന്നത് അപ്രകാരമല്ല. ക്രാബിന്റെ ബക്കറ്റ്, ഞണ്ടുകളുടെ മനസ്ഥിതി മാറ്റിവെച്ചുകൊണ്ട്, പെരിന്തച്ചൻ കോംപ്ലക്സ് മാറ്റിവെച്ചുകൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ കേരളവും ബി.ജെ.പിക്ക് ബാലികേറ മലയല്ല എന്നാണ് കണക്കുകൾ നമ്മോട് പറയുന്നത്. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ, കഴിഞ്ഞ കാലയളവുകളിൽ ഏറ്റവും അധികം വോട്ട് വർധനവ് കേരളത്തിൽ ഉണ്ടാക്കിയ പാർട്ടി ബി.ജെ.പി ആണ്. ഏറ്റവും അധികം വളർച്ച രേഖപ്പെടുത്തിയ പാർട്ടി ബി.ജെ.പി ആണ്. 19.3% വോട്ട് കഴിഞ്ഞ 2024 ഇലക്ഷനിൽ അത് നേടിയിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് അല്പം പുറകോട്ട് പോയെങ്കിലും ചേലക്കരയിൽ മിന്നുന്ന വോട്ട് നേടിയിരിക്കുന്നു. ഏതാണ്ട് 31,000-നടുത്ത്. ഒരിക്കലും ചേലക്കര പോലൊരു മണ്ഡലം ബി.ജെ.പിക്ക് ഒരുവിധ പ്രതീക്ഷകളും ഇല്ലാതിരുന്ന ഒരു മണ്ഡലം അമ്പെ അവഗണിച്ചുകൊണ്ട് പാലക്കാടിന് മുൻതൂക്കം കൊടുത്തിരുന്നു. ആ പ്രവർത്തനം കൂടി കുറച്ചുകൂടി ഇവിടെ കാഴ്ചവെച്ചിരുന്നെങ്കിൽ ചേലക്കരയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുമായിരുന്നു. ബി.ജെ.പി കേരളത്തിൽ വളരുകയാണ്. ബി.ജെ.പിയുടെ വളർച്ച എങ്ങനെയായിരുന്നു എന്നുള്ള വോട്ടിംഗ് പെർസെന്റേജ് നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ഇലക്ഷനുകളിൽ 2011 ഇലക്ഷൻ മുതൽ 2011 ഇലക്ഷനിൽ ബി.ജെ.പി കേരളത്തിൽ നേടിയത് 6.1% വോട്ടാണ്. 6.1% വോട്ട്. എന്നാൽ 2014 അത് ഇരട്ടിക്കടുത്തായി 10.82% വോട്ടായി ബി.ജെ.പി വർദ്ധിപ്പിച്ചു. ഏകദേശം 4%-ലധികം വോട്ട് വർദ്ധിച്ചു. 2016 കുറച്ചുകൂടി മുന്നോട്ട്, 2016 കുറച്ചുകൂടി മുന്നോട്ട് പോയി 11.3% വോട്ട് ബി.ജെ.പി നേടി അസംബ്ലി പോളില്. 2019 ഇലക്ഷനിൽ അത് 15.64 നമ്മൾ മനസ്സിലാക്കണം. ഈ 2016 നമ്മുടെ കണക്കുകൾ പറയുന്നത് 9% കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവര് ബി.ജെ.പിക്ക് വോട്ട് ചെയ്തിരുന്നു എന്നാണ് 2016. അതിനുശേഷമാണ് വലിയ തോതിലുള്ള വിമർശനങ്ങളും മറ്റു കാര്യങ്ങളും വന്നതിന് ശേഷം 2019 കേവലം 2% മാത്രമായി മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നത് കുറഞ്ഞു. 2019 15.6%. 2024 വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു. ബി.ജെ.പി ഒരു സീറ്റും നേടി. 19.14% വോട്ടാണ് ബി.ജെ.പി നേടിയത്. ഏതൊരു പാർട്ടിയും നേടുന്നതിലധികം വോട്ടാണ് ഇവിടെ നേടിയത്, ബി.ജെ.പി നേടിയത്. 2021 5 സ്ഥലത്ത് 50,000-ലധികം വോട്ട് നേടി. ആ സീറ്റുകൾ നേമത്ത് കുമ്മനം രാജശേഖരൻ നേടിയത് 51,888, കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് 65,013, ശ്രീകാന്ത് കാസർഗോഡ് 50,395, മലമ്പുഴ സി കൃഷ്ണകുമാർ 50,200, പാലക്കാട് ശ്രീധരൻ 50,221. ഇങ്ങനെയാണ് 3 മണ്ഡലത്തിൽ 40,000-ലധികം വോട്ടുകൾ നേടി. 17 സീറ്റിൽ 30,000-ലധികം വോട്ട് നേടി. 17 സീറ്റിൽ. അപ്പോ വലിയൊരു ബി.ജെ.പിക്ക് കേരളം ബാലികേറ മലയല്ല എന്നാണ് പറയുന്നത്. ഇത്രയധികം സീറ്റുകൾ ബി.ജെ.പിക്ക് നന്നായി കണ്ടസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്, നന്നായി മത്സരിക്കാൻ കഴിയുന്നതാണ്. ഈ മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചാൽ ബി.ജെ.പിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. 2024 വരുമ്പോ, ഞാൻ 2021 കാര്യങ്ങളാണ് പറഞ്ഞത്, 2024 വരുമ്പോ വീണ്ടും ചിത്രം മാറുകയാണ്. 11 അസംബ്ലി മണ്ഡലങ്ങളിൽ ബി.ജെ.പി 1-ാം സ്ഥാനത്തെത്തി. ആ എത്തിയ മണ്ഡലങ്ങൾ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം,
ആറ്റിങ്ങൽ, കാട്ടാക്കട, തൃശൂർ, ഒല്ലൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, മണലൂർ, പുതുക്കാട് എന്നീ മണ്ഡലങ്ങളാണ്. BJP 11 അസംബ്ലി മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ്. രണ്ടാമത് 8 മണ്ഡലങ്ങളിലെത്തി 2024 തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിൻകര, പാലക്കാട്, മഞ്ചേശ്വരം, ഹരിപ്പാട്, കായംകുളം, കാസർഗോഡ്. ഇത് ഹരിപ്പാട് എന്ന് പറയുന്ന മണ്ഡലം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന മണ്ഡലമാണ്. രമേശ് ചെന്നിത്തല ഇനി നിയമസഭ കാണാൻ കുറച്ച് പ്രയാസമാണ്. വലിയ തോതിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ നിയമസഭാ ഇലക്ഷനിൽ കഴിയും. അതിന് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ടതുണ്ട്. പാർട്ടി കൃത്യമായിട്ട് BJPയുടെ പ്രതീക്ഷകൾ BJPക്ക് കേരളം പിടിച്ചടക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ സാഹചര്യം ഉണ്ടെന്ന് പറയുന്നത് അതിന്റെ സംഘടനാ തലത്തിൽ ഈ അടുത്ത് വരുത്തിയ മാറ്റങ്ങളാണ്. ഇവിടെയാണ് അതിന് സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം എന്ന് കണ്ടെത്തിക്കൊണ്ട് 140 മണ്ഡലങ്ങളെ, നിയോജക മണ്ഡലങ്ങളെ നേരെ ഇരട്ടിയായി വിഭജിച്ചുകൊണ്ട് 280 സംഘടനാ മണ്ഡലങ്ങളാക്കി തിരിച്ചു. വർക്ക് കുറച്ചുകൂടി പ്രവർത്തനം ഊർജിതമാക്കുവാൻ വേണ്ടി. അതുപോലെ തന്നെ 14 ജില്ലകളെ 30 സംഘടനാ ജില്ലകളാക്കി തിരിച്ചുകൊണ്ട് സംഘടനാ സംവിധാനം, സംഘടനാ തിരഞ്ഞെടുപ്പ് എല്ലാം പൂർത്തിയാക്കി ഒരു പുത്തൻ ഉണർവോടുകൂടി BJP വരികയാണ്. ഡൽഹി തിരഞ്ഞെടുപ്പ്, ഹരിയാന തിരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ്, ഇത്തരം ഇലക്ഷനുകളിൽ ഉണ്ടായ മുന്നേറ്റം അത് BJPക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. മാത്രമല്ല കോൺഗ്രസിന് ഇനി ഒരു പ്രതീക്ഷ ഇല്ല എന്നുള്ളതും, ഇടതുപക്ഷത്തിന് മുന്നോട്ട് വരുന്ന, ഇടതുപക്ഷത്തിനെതിരെ വരുന്ന അഴിമതി ആരോപണങ്ങളെല്ലാം BJPക്ക് നല്ല വളക്കൂറുള്ള മണ്ണാക്കി കേരളത്തെ മാറ്റിയിരിക്കുന്നു. ചിന്തിക്കേണ്ടത് മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ള പ്രചരണം വ്യാപകമായി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ അത് പൊളിഞ്ഞു പോയതാണ്. മുസ്തഫാബാദ് എന്ന് പറയുന്ന ഒരൊറ്റ നിയോജക മണ്ഡലം മാത്രം എടുത്തു നോക്കിയാൽ മതി. BJP സ്ഥാനാർത്ഥി 54%, 70% മുസ്ലിം ജനസംഖ്യയുള്ള മുസ്ലിങ്ങളുള്ള ഒരു മണ്ഡലത്തിൽ 54% വോട്ട് നേടി BJP വമ്പൻ 33,000-ലധികം വോട്ടിന് ഭൂരിപക്ഷത്തിന് വിജയിച്ചിരിക്കുകയാണ്. മുസ്ലിങ്ങൾ വോട്ട് ചെയ്യും. 2016 9% മുസ്ലിങ്ങൾ കേരളത്തിൽ BJPക്ക് വോട്ട് ചെയ്തു എന്നാണ് കണക്ക്. അത് പിന്നീട് വലിയ പ്രചരണങ്ങൾ വന്നതിന് ശേഷമാണ് ആന്റി മുസ്ലിമാണ് BJP എന്നുള്ള പ്രചരണങ്ങൾ വന്നതുകൊണ്ടാണ് ഇപ്പോൾ കുറേയേറെ മാറുന്നു. മുസ്ലിം സ്ത്രീകൾ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നു. അതുകൊണ്ട് തന്നെ നന്നായി മത്സരിച്ചാൽ, നന്നായി പ്രവർത്തിച്ചാൽ, തോണി ഇരുവശത്തേക്ക് തുഴയാതെ ഒരുമിച്ച് ഒരേ ദിശയിലേക്ക് തുഴയാൻ ഈ ക്രാബിനെ ബക്കറ്റ് മെന്റാലിറ്റി ഒഴിവാക്കിക്കൊണ്ട് ഒരുമിച്ച് പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ BJPക്ക് കേരളം ഭരിക്കാം. അത് വിദൂര ഭാവിയിൽ തന്നെ സാധ്യമാകും എന്നാണ് പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.